ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഈവനിങ് വ്ലോഗാണ്. ഒരു വൈകുന്നേര സമയപ്പോഴും ഞാനും ഏട്ടനും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കറങ്ങാൻ വന്നതൊന്നുമല്ല, ഇപ്പോഴെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പുറത്തേക്ക് അധികം വരാറുള്ളൂ. ഇപ്പോൾ കറങ്ങാൻ വരുന്നതൊക്കെ വളരെ ചുരുക്കം മാത്രമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലാണ്. പ്രഭാതിലുള്ള ഗ്രീൻസിലാണ് നമ്മൾ അധികവും വരാറ്. അപ്പോൾ ഇപ്രാവശ്യം പതിവ് തെറ്റിച്ചിട്ടില്ല, അങ്ങോട്ടേക്ക് തന്നെ വന്നു. അവിടുന്ന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നോക്കി വാങ്ങിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മോളിൽ നിന്ന് ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് പോകാനുണ്ട്, കിംസ് ശ്രീചന്ദിലേക്ക്. അപ്പോൾ പിന്നെ നേരെ നമ്മൾ പോയിട്ടുള്ള അവിടെയാണ്. അവിടെ ആഷ്ലി മാമിനെയാണ് നമ്മൾ മോളെ കാണിക്കുന്നത്. അപ്പോൾ കുറേ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു, കുറേ കുഞ്ഞു മക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ മർച്ചൻ്റ് നേവിയുടെ വീഡിയോസൊക്കെ വളരെ കുറവാണ്. നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഈ ഒരു ഫ്ലാഗ് ഞാൻ മോൾക്ക് ഗ്രീൻസ് നിന്ന് വാങ്ങിച്ചു കൊടുത്തതാണ്. പിന്നെ മോളത് കയ്യിൽ തന്നെ പിടിച്ചിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് മർച്ചൻ്റ് നേവിൻ്റെ വീഡിയോസ് കുറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഏട്ടനും ഒരുപോലെ ബിസിയായി പോയതുകൊണ്ടാണ് പുതിയ കോഴ്സസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മർച്ചൻ്റ് നേവി കരിയേഴ്സിനെ കുറിച്ചിട്ടും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ സമയം കിട്ടുമ്പം തീർച്ചയായിട്ടും നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം കമൻസിനൊക്കെ റിപ്ലൈ തരാൻ കുറച്ച് ലേറ്റ് ആവുന്നതും, അതുപോലെ ഇൻസ്റ്റഗ്രാമിലെ മെസ്സേജും നമ്മൾ കുറച്ച് ഡിലേ വരുന്നത്. ഇതെല്ലാം നമ്മൾ മെസ്സേജ് നോക്കുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും. അതുപോലെ തന്നെ ഏട്ടൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോസൊക്കെ വീണ്ടും ചെയ്യുന്നതായിരിക്കും. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഇവിടെ മരുന്ന് വാങ്ങിക്കാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കാറില്ല, കാരണം ഹോസ്പിറ്റലിൽ ഒരു മരുന്ന് വാങ്ങിക്കാനാണെങ്കിലും കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ പുറത്ത് വന്നിട്ട് ഇതാ നമ്മുടെ ശ്രീചന്ദിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള ഒരു ഫാർമസിയിൽ നിന്നാണ് നമ്മൾ അധികം മരുന്ന് വാങ്ങിക്കാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇവിടെയും വേറെ ഒരു പരിപാടിയിൽ നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അപ്പം ചെറിയൊരു മഴ പൊടിയുന്നുണ്ടായിരുന്നു. അപ്പം നല്ല മഴയ്ക്ക് മുന്നേ വീടെത്താമെന്നൊക്കെയാണ് കരുതിയത്. അപ്പോൾ ഏട്ടന് ഡെയിലി ചായ കുടിക്കുന്ന സമയത്ത് കുടിച്ചിട്ടില്ലെങ്കിൽ തലവേദന വരും. ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം തന്നെയാണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഫസ്റ്റ് കണ്ടൊരു തട്ടുകടയിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇവിടെ ഒരു ഏട്ടനും കൂടി നടത്തുന്നൊരു തട്ടുകടയാണ്. അപ്പോൾ ഇവിടുത്തെ പഴംപൊരി അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിർത്തിയത്. അങ്ങനെ നമ്മൾ പഴംപൊരിക്ക് അന്വേഷിച്ച സമയത്ത് അവർ ഓർഡർ എടുത്തിട്ട് മാത്രമേ പഴംപൊരി അപ്പം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പം പഴംപൊരി തീർന്നു പോയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും ഏട്ടനും കൂടിയിട്ട് ആ സമയം കൊണ്ട് കടൽ തീരത്ത് പോയിരിക്കാമെന്ന് പറഞ്ഞു. പോയിരിക്കുമ്പോൾ വെറും കൈയും വീശി പോയിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് പഴംപൊരി ആവുന്നത് വരെ നമ്മൾ ഒരു സെറ്റ് കാടമുട്ട ഫ്രൈ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സെറ്റിൽ 5 എണ്ണമാണ് ലഭിക്കുന്നത്. അതിനുശേഷം ഏട്ടനൊരു പഴംപൊരിയും അരിക്കടക്കയും വാങ്ങിച്ചിട്ടുണ്ട്, പ്ലസ് ഒരു ചായയും. അപ്പം അതൊക്കെ കുടിച്ചുകൊണ്ട് നമ്മളിതാ കടൽ നോക്കിയിരിക്കുകയാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് കഴിക്കണം എന്നില്ല, വെറുതെ ആണെങ്കിൽ ഇങ്ങനെ ശാന്തമായി കിടക്കുന്ന കടൽ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. പക്ഷേ ഏട്ടൻ ഷിപ്പിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കടലിൻ്റെ സൈഡിൽ വന്നിട്ട് കടൽ നോക്കിയിരിക്കുമ്പം ഭയങ്കര വിഷമാവും. ഒറ്റയ്ക്ക് വന്നിരിക്കേണ്ട ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ആ സമയത്ത്. അപ്പോൾ ഇപ്പം ഞാൻ മാക്സിമം ഏട്ടൻ്റെ കൂടെ ഇരുന്നിട്ട് കടൽ നോക്കി എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ കുട്ടീനെ ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം മോൻ ഒരു സ്പൈഡർമാൻ്റെ മാസ്കും വെച്ചിട്ടാണ് കടലിൻ്റെ സൈഡിലൂടെ കളിക്കുന്നത്. അപ്പോൾ ഏട്ടൻ മതി സ്പൈഡർമാൻ കടലിൽ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് എടുത്തതാണ്. അപ്പം ഏട്ടൻ കഴിക്കുന്നതിൻ്റെ അകത്തുനിന്നൊരു പഴംപൊരി എനിക്ക് ദാനശീലനായി തന്നിട്ടുണ്ട്. അപ്പോൾ അതും കഴിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നതാണ്, കടലും നോക്കിയിട്ട് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ വീട്ടിലേക്ക് പോകാൻ നോക്കുവാണ്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതാണെങ്കിൽ നിങ്ങൾ കൂടി ഒന്ന് എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഓക്കെ, അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിതാ മഴ വരുന്നതിന് മുന്നേ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് കണ്ടോ, ഇതൊക്കെ നീർക്കടവ് സൈഡിൽ വരുന്ന കടലിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളാണ്. ഇതൊക്കെ ഇപ്പോൾ ഓരോന്നായിട്ട് കണ്ടോ ഇതാ പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറേ ആയിരുന്നു ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് എല്ലാം പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇത് ഓരോന്നായിട്ട് പൊളിക്കും എന്തായാലും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറേ തട്ടുകടകളും പൊളിക്കാൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫൈനലി നമ്മളിതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ കറക്കം കഴിഞ്ഞിട്ടെത്തിയ പോലെയാണ് സല്ല. അപ്പോൾ ഏട്ടനിത് എന്തൊക്കെയോ കമ്പനിക്ക് മെസ്സേജ് അയക്കലും മെയിൽ അയക്കലും ഒക്കെ ഉള്ള പരിപാടികളാണ്. അപ്പം നമ്മൾ എൻ്റെ വീട്ടിലേക്കാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം അച്ഛനും അമ്മയും മോളെ കണ്ടപാട് എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇപ്പം നമ്മളിന്ന് ആയിരിക്കും വേണ്ട. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.